റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന നമ്മൾ ദേശീയപാതയുടെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന വർക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വെങ്ങളം കഴിഞ്ഞ് നമ്മൾ മലാപ്പറമ്പ് ദേശീയപാത വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലാപ്പറമ്പ് ദേശീയപാത വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച 6 വരിയും പൂർണ്ണമായും ടാറിങ് ചെയ്തു. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു, അതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു. ക്രാഷ് ബാരിയറിൻ്റെ ഇരു സൈഡിലും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞു. അത്തരത്തിലുള്ള വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളെ KMC എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പല വാഹനങ്ങളും ട്രാക്കിലൂടെ പോകുന്ന വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ സിഗ്നലില്ലാതെ യാത്ര ചെയ്യുകയാണ്. സിഗ്നൽ സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ട്രാക്കിൽ നിന്ന് സെക്കൻഡ് ട്രാക്കിലേക്ക് മാറുമ്പോൾ നിങ്ങൾ സിഗ്നൽ ഇടണം. റൈറ്റ് സൈഡിലേക്ക് ഞാൻ മാറുകയാണ്. അപ്പോൾ പിറകിലുള്ള വാഹനം എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് മുൻകരുതൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, ഒരു വാണിംഗ് കൊടുക്കുന്ന രീതിയിൽ സിഗ്നൽ ഇട്ടാൽ അപകടങ്ങൾ വലിയ രീതിയിൽ ഒഴിവാക്കും. അല്ലാതെ നിങ്ങൾ വീട്ടിൻ്റെ പറമ്പത്തോട് പോകുന്ന ഒരട്ടക്കമണ ഒരു കട്ട് ചെയ്യുമ്പോൾ ബാക്കിലുള്ള അവന് ഓവർടേക്ക് അടുത്ത ട്രാക്കിലേക്ക്, നിങ്ങളതേ ട്രാക്കിലുള്ള വാഹനം അവൻ അടുത്ത ട്രാക്കിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയം ഓങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങളൊരു കട്ടിയെടുത്ത് ഞാനിതാ പോന്നേ മതി. അതുകൊണ്ടാകുക ഈ പിച്ചും മലർന്ന് കൊമ്പ് ഡാട്ടിടും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വാഹനങ്ങൾ, നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ വൺ ട്രാക്കിലുണ്ടാവില്ല, പിറകിൽ വരുന്ന വാഹനങ്ങൾ അതിൻ്റെ മുകളിൽ മറിഞ്ഞു പോകും. നിങ്ങൾ മലപ്പുറം കോട്ടക്കല അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ല. അതങ്ങനെയാണെന്നല്ല, പക്ഷെ അതേപോലെ സംഭവിക്കും. അത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ ട്രാക്ക് മാറുമ്പോൾ കൃത്യമായി സിഗ്നലിടാം. നമ്മളത് ചെയ്യാറുണ്ട്. അത് നമ്മൾ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവരെ ഓർമ്മപ്പെടുത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ എങ്ങനെയും ഡ്രൈവ് ചെയ്യും, ബാക്കിയുള്ളവർ നിയമം പാലിക്കട്ടെ എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അത് നമുക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വക്കുറവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ പെരുമാറുക. എന്താ അപ്പോൾ നമ്മളെ വെങ്ങളത്തുനിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. ചിലയിടത്ത് മാത്രം ട്രാക്ക് മാർക്ക് ചെയ്തിട്ടില്ല. ആ ട്രാക്ക് മാർക്ക് ചെയ്യാത്തടുത്ത് വാഹനങ്ങൾ 3 ട്രാക്കിന് പകരം 4 ട്രാക്ക് 5 ട്രാക്കൊക്കെ ആയിട്ട് ഓടുന്നുണ്ട്. അതവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ കറക്റ്റ് ട്രാക്ക് ഏതാണെന്ന് അവർക്ക് ഒരുപക്ഷെ മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. എന്നിരുന്നാലും ട്രാക്കുകളിടത്തും ആളുകളും 4 ട്രാക്കിലൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ 1ാമത്തെ ട്രാക്കിലോ 2ാമത്തെ ട്രാക്കിലോ അല്ലാതെ 2 തോണിയിലും കാല് വെച്ചിട്ട് 1ാമത്തെ ട്രാക്കിലും 2ാമത്തെ ട്രാക്കിലും കാല് വെച്ചിട്ടല്ല ടയർ വെച്ചിട്ട് പോകുന്ന വാഹനങ്ങളുണ്ട്. ലൈന് നടുവിലാക്കിയിട്ട് ഇത് രണ്ടും എനിക്ക് വേണം എന്ന് പറയുന്നത് പോലെ അങ്ങനെ പോകുന്ന ഒരുപാട് വണ്ടിയാണ്. ശ്രദ്ധിക്കുക, ബി കെയർഫുൾ. കാരണം ഇത് ദേശീയപാതയാണ്, 6 വരി പാതയാണ്, സ്പീഡ് അല്പം കൂടുതലാണ്. അങ്ങനെ സ്പീഡ് അല്പം കൂട്ടി ഓടിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കോടികൾ മുടക്കിയിട്ട് ദേശീയപാത പണിഞ്ഞത്. അപ്പോൾ ട്രാഫിക് നിയമം പാലിച്ചില്ലെങ്കിൽ അതിൽ സ്പീഡിൽ നിങ്ങളെ കൊണ്ടുപോകേണ്ടി വരും എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളല്ല, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും. അപ്പോൾ അതാണ് നമ്മളെ വെങ്ങളം ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ച. കത്തി അല്പം ഓവറാകുന്നുണ്ടോ എന്നറിയില്ല. കത്തിയുള്ള കാര്യമാണ്. കാര്യത്തിനിടയിൽ ചെറിയ കത്തി ഇടക്കൊക്കെ കയറി വരും. അത് നമ്മളൊരു സ്ലാങ്, ഒരു ശൈലിയായി പോയി. ഇത് ചെയ്യാം. ഈ ഭാഗത്തിന് ഫുട് ഓവർ ബ്രിഡ്ജ് കൂടി, ടൗണുകളും മറ്റ് പ്രധാനപ്പെട്ട ടൗണുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയപാതയുടെ പണികൾ പൊളിക്കും, പൂർത്തിയാകും.
ഇവിടെ ഒരു നെയിം ബോർഡ് വരുന്നുണ്ട് കേട്ടോ. കണ്ട ദൂരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവരിച്ചുകൊണ്ടുള്ള നെയിം ബോർഡ്. സ്ഥലവും സ്ഥലത്തിൻ്റെ ദൂരവും മാളിക്കടവ് ഭാഗത്ത്. ആദ്യം മാളിക്കടവ്. ഇപ്പം പോകുന്നുണ്ട. ഞാൻ ഇതാണ് പറഞ്ഞത്, ഇവന് 2 ട്രാക്കുമാണ്, 2 തോണിക്കാല് വെച്ചാൽ നാളെ. എന്തിനാണ് ചങ്ങായി ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ. ഇവരെ പോലത്തെ ആളുകളാ മാഹി ദേശീയപാതയിൽ കുറേ വണ്ടികൾ ഈ സർവീസ് റോഡ് 1 വേയിലൂടെ ഒക്കെ എങ്ങനെ കയറി വരും. ഞാനിതാ വരുന്നേ പറഞ്ഞു. ഡ്രൈവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീട്ടിലടങ്ങി ഇരുന്നോളൂ എന്നൊക്കെ അങ്ങനെ പുതിയ നിയമമൊക്കെ കൊണ്ടുവരണം. പിന്നെ ആളുകൾ വളരെ വിജിലൻ്റ് ആയിരിക്കും. നമ്മളെ മാളിക്കടവ് കഴിഞ്ഞാൽ വെങ്ങളം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാ. വെങ്ങളം കഴിഞ്ഞാൽ കാറ് വഴി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കടലോളം വിശാലമായി കിടക്കാം. എവിടെയും ഒരു നെയിം ബോർഡ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു, പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് ചാലുവാക്കിയിട്ടില്ല, ഓൺ ചെയ്തിട്ടില്ല. രാത്രി കാലങ്ങളിൽ അത് കത്തിജ്വലിച്ചിരുന്നെങ്കിൽ നമ്മുടെ ദേശീയപാത അതിലേക്കാൾ മനോഹരമാവുക. സത്യം പറഞ്ഞാൽ രാത്രിയിൽ നമ്മൾ ഒരു ബൈക്കും കൊണ്ടൊക്കെ വരുമ്പോൾ ഒരു കാറ് ഒറ്റപ്പെട്ട് 6 വരിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഈ കാറിൻ്റെ വെളിച്ചം അല്ല ബൈക്കിൻ്റെ വെളിച്ചം ദേശീയപാതയിൽ ആനവയിലമ്പയങ്ങ പോയതുപോലെ എവിടെ എത്താതാവുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മൾ രാത്രിയിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ ചില ആളുകൾ പറയുന്നുണ്ട്, നമ്മൾ കുറേ സമയം ഇങ്ങനെ ദേശീയപാതയിൽ ഓടിക്കഴിഞ്ഞാൽ ഈ ക്രാഷ് ബാരിയറിൻ്റെ വൈറ്റ് ബ്ലാക്ക് ഈ പെയിൻറ്റിങ് ഉണ്ടല്ലോ, ഒരു ലോങ് ഒരു 60-70 കിലോമീറ്ററൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കാൻ പിന്നീട് നമുക്കതൊരു അരോസര സൃഷ്ടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെന്ന് ചില ആളുകളോട് നമ്മളോട് ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് രേഖപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ മലാപ്പറമ്പെത്തി. മലാപ്പറമ്പുണ്ട്. മലാപ്പറമ്പൊക്കെ എത്ര പെട്ടെന്നാണ് നമ്മളെ KMC തുറന്നു പറഞ്ഞത്. വാഗാട് തുറന്നു കൊടുത്തിട്ട് നമ്മൾ കണ്ടാൽ. അപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഒരു സൈഡിൽ ഉയർന്നിട്ടും ഒരു സൈഡിൽ താഴ്ന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിഗ്നലുണ്ട്. ശരിക്കും അവിടെ ഒന്ന് ഈ അണ്ടർ പാസേജ് വരേണ്ടതായിരുന്നു, വന്നില്ല. നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്തു നിന്നുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഇച്ചിരി ബ്ലോക്ക് ഉണ്ടാവും. കാരണം 3 വഴിയെ 3 വഴിയെ ടാർ ചെയ്തുള്ളൂ. അപ്പോൾ ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടാവും. പക്ഷേ അടുത്ത 3 വരി ഉടൻ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടാവാം ബ്രേക്സ് വാളൊക്കെ ജസ്റ്റ് അതുകൂടി കണ്ടാലല്ലേ നിങ്ങൾ ഓടിപ്പോയി പറന്നുപോയി. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പം നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്ത് നമ്മളെ KMC സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ബ്രേക്സ് വാളുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ സർവീസ് റോഡ് തുടങ്ങുന്ന ഭാഗത്ത് കോൺക്രീറ്റാണ് വരുന്നത്. ഇതാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ എന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ്. അപ്പം നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ ഇക്ര ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന ആ ഒരു ജംഗ്ഷനാണ്. അതിൻ്റെ പടുകൂറ്റൻ ഓവർ പാസേജാണിത്. ഓവർ പാസേജിൻ്റെ കഴിഞ്ഞാൽ ഇരു സൈഡിലും സർവീസ് റോഡിൻ്റെ ഭിത്തികൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി സർവീസ് റോഡാണ്, ഇരു സൈഡിലെയും സർവീസ് റോഡിൻ്റെ വർക്കാണ് കുറച്ച് നടക്കാനുള്ളത്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മൾ
മെയ് 14 നൽകുന്ന അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യാനും പിന്നെ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ നൽകാനും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ നിങ്ങൾ ഒരു പരിധി വരെയൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.